ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ചെന്ന് അവനെ വിളിച്ചോണ്ട് വന്നേ. ദേ ഇപ്പൊ നമ്മള് പറഞ്ഞപ്പോ പോലും നമുക്ക് ഭ്രാന്താണെന്ന് അവനല്ലേ പറഞ്ഞേ. അവൻ ആദ്യം കാണട്ടെ ഇവളെ. ചെല്ലടി മോളെ. വിടന്നെ, വിടാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിടാനെ പറഞ്ഞു ഞാൻ. വിടരുത്, നിന്നെ വിട്. എന്തായാലും പാമ്പുകൾ അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് നവീൻ അകലേക്ക് പോകുന്നുണ്ട്. കുറച്ചുനാള് കഴിയുമ്പോ ഇങ്ങനെ ഒരു നാഗകന്യകയെ വേണ്ടെന്ന് നവീൻ അങ്ങ് തീരുമാനിക്കുമായിരിക്കും. അകത്ത് പോകാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? അതോ എന്റെ കയ്യിൽ നിന്ന് കിട്ടണോ? മോളും മുറി പോയിരുന്നു. മുത്തശ്ശിയും മുറിയിലേക്ക് പോവുക. അവര് പറഞ്ഞതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല മുത്തശ്ശി. നവീന്റെ ഒപ്പം പുറത്തു പോകുന്ന സന്തോഷത്തിലാ ഞാൻ. അത് കളയണേ ആര് വിചാരിച്ചാലും നടക്കില്ല. നവീൻ ഇഷ്ടപ്പെടും. ഇന്ന് തന്നെ എന്നെ കൺഗ്രാജുലേറ്റും ചെയ്യും. വാ. നടക്ക്. ആദ്യം അമ്മയെ കാണണം. ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷം എന്താണെന്ന് തന്റെ മുഖം കണ്ട് തന്നെ അമ്മ മനസ്സിലാക്കട്ടെ. വാ. അമ്മേ, അമ്മേ. സുമിത്ര പുറത്തേക്ക് പോയിരിക്കാം മോനെ. ഗാദ ഇത്ര പെട്ടെന്ന് ഡ്രസ് മാറിയോ? അത് പിന്നെ ഫാഷൻ പരടല്ലേ. വലിയ കാര്യവും പറഞ്ഞ് ഇപ്പൊ അഭിപ്രായം ചോദിച്ച് അകത്തേക്ക് പോയതേ ഉള്ളൂ. ആരുടെ കാര്യം നിങ്ങൾ ചോദിക്കുന്നത്? ഗാദയുടെ കാര്യം. ഗാഥ നിങ്ങളുടെ എപ്പോഴാ ഡ്രസ്സിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചേ? ഇപ്പോ കുറച്ചു നേരം മുമ്പ്. ഇല്ലടി കൊച്ചേ. ഞങ്ങൾ അഭിപ്രായം പറഞ്ഞപ്പോ മുത്തശ്ശിയല്ലേ ഞങ്ങൾ അകത്തേക്ക് ഓടിച്ചത്. എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? നിങ്ങൾ ആർക്കാ ശരിക്കുള്ള വട്ട്? ഈ നിൽക്കുന്ന ഗാഥ ഇന്ന് രാവിലെ മുതൽ ഈ നേരം വരെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ പാർക്കിലേക്ക് പോയപ്പോ ഗാഥ ഈ ഡ്രസ്സിൽ എന്റെ അടുത്തേക്ക് വന്നതാ. പിന്നെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോയി. ഒന്നും മിണ്ടാതിരിക്കട ചെക്ക. ഞങ്ങൾ എന്താ പൊട്ടം കളിപ്പിക്ക? ഈ നിൽക്കുന്ന ഗാഥ നിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലേ ഇവിടെ വേറൊരു ഗാഥയുണ്ട്. തുടങ്ങിയോ നിങ്ങൾക്ക്? അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക. എന്റെയും ഗാഥയുടെ ഒരു ദിവസം നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാ അത് നശിപ്പിച്ചാലേ നിങ്ങൾക്ക് സമാധാനം കിട്ടൂ. നവീൻ, ഞങ്ങൾ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഞങ്ങള് മാത്രമല്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. മുത്തശ്ശിയും കണ്ടതല്ലേ ഗാഥേ. സംശയം ഉണ്ടെങ്കിൽ മുത്തശ്ശിയെ വിളിച്ചു ചോദിക്കും. എന്റെ പൊന്നു മോനെ, നിനക്ക് അബദ്ധം പറ്റിയതാ. ഇവൾ ഒരാളല്ല, രണ്ടുപേരുണ്ടെന്ന് ഞാനും ഉദയത്തിനും പറഞ്ഞതല്ലേ. നീ കേട്ടില്ലല്ലോ. ഇതാ അവസ്ഥ. ഒരാള് നിന്റെ കൂടെ ഉള്ളപ്പോ വേറൊരാള് വീട്ടിലുണ്ട്. ഈ വീട്ടിനകത്തുള്ള രണ്ടാമത്തെ ഗാഥയെ പിടിച്ച് നിന്റെ മുന്നിൽ നിർത്തി തന്ന നീ ഞങ്ങളെ സമ്മതിക്കോ? ഒരു കാര്യം ചെയ്, രണ്ടുപേരും കൂടി തേടി പിടിച്ചിട്ട് വാ. എടോ, താനിതൊന്നും കേട്ട് പരിഭ്രമിക്കണ്ട. അതെ, താൻ അകത്ത് നിന്നിട്ട് ഡ്രസ് ചെയ്യുകയും ചെയ്യും. ചെല്. അതെ, വാശിയാണെങ്കിൽ ഞങ്ങൾക്കും വാശിയാ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ പിടിയിലാവുന്ന ദിവസം ഇന്നാ. വാടി മോളെ, അവളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കൊന്ന് നോക്കണല്ലോ. ഗാഥ, താൻ ചെല്ല്.
നീ അവിടെ പോയി നോക്ക്. അയ്യോ വാ. വാ, വാ. എന്താടി മോളെ, ഓടി വിളിക്കാൻ നിനക്ക് സ്ഥലമൊന്നും കിട്ടിയില്ലേ? ആ. നീ എന്താടി ഞങ്ങളെ കുറിച്ച് കരുതിയ? നീ നിന്റെ അമ്മയും കളരിക്കൽ നടത്തുന്ന നാടകം ഞങ്ങളെ കൊണ്ട് പിടിക്കാനാവില്ലെന്നോ? ഹ, ഇത്രയും നാള് നീ മാത്രമല്ല, നിന്നെ പോലെ വേറൊരുത്തി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്കൊക്കെ ഭ്രാന്താണെന്ന് പറഞ്ഞു. നീയും പറഞ്ഞു. അതെന്തായാലും ഇന്ന് നിനക്ക് ഞങ്ങൾ തെളിയിച്ചു തരാം. നിനക്ക് മാത്രമല്ല, ഈ കളരിക്കൽ കുടുംബത്തിലുള്ള മുഴുവൻ പേർക്കും. ഞാൻ ആഗ്രഹിച്ച സ്ഥാനത്താ നീ വന്ന് കേറിയത്. നിന്നെ കയ്യോടെ പിടിക്കപ്പെട്ട് ഇവിടുന്ന് പുറത്താകുന്നത് എനിക്ക് കണ്ണു നിറച്ചൊന്ന് കാണണം. ആ. ഒന്ന് മാറി ഏയ്, അങ്ങോട്ട്. ഏയ്, നിക്കടി. വിട്, കയ്യിന്ന് വിടാനാ പറഞ്ഞെ. എന്നെ വിടാ. നിന്റെ കൈ പിടിച്ചാൽ അത് പൊള്ളൂ. നീ ഗാഥാ ശ്രീനിവാസ് അല്ലേ, അല്ലാതെ കൽക്കുരിയൊന്നും അല്ലല്ലോ. നിന്റെ ഇടപാടിന്ന് കഴിഞ്ഞടി മോളെ. എടി കീർത്തി, നീ ചെന്ന് അവനെ വിളിച്ചോണ്ട് വന്നേ. ദേ, ഇപ്പൊ നമ്മള് പറഞ്ഞപ്പോ പോലും നമുക്ക് ഭ്രാന്താണെന്ന് അവനല്ലേ പറഞ്ഞേ. അവൻ ആദ്യം കാണട്ടെ ഇവളെ. ചെല്ലടി മോളെ. വിടന്നെ. വിടാൻ. നിങ്ങളുടെ കയ്യിന്ന് വിടാനാ പറഞ്ഞു ഞാൻ. വിടരുത് നിന്നെ. വിട. നവി, വിടങ്ങോട്ട്. എന്തിനാ ഇങ്ങനെ പിടിച്ചു വെക്കുന്നേ? വിടാൻ. അടങ്ങി നിക്കടി അവിടെ. ശ്ശോ. മിണ്ടാതെ അവിടെ അടങ്ങി നിക്കടി. എല്ലാരും നിന്നെ ഒന്ന് കാണട്ടെ. നവി, നവീൻ ഡോർ തുറക്ക്. നവീൻ, എന്താടി? ഞങ്ങള് പറഞ്ഞപ്പോ നവീൻ വിശ്വസിച്ചില്ലല്ലോ. നവീനെ കാണാനുള്ള കാഴ്ച ഞങ്ങള് കാണിച്ചു തരാം. വാ, വന്നേ. കയ്യുന്നു. വാ, വരാനല്ലേ പറഞ്ഞേ? കൃഷ്ണനാ